ഇന്ന് ഞാനിവിടെ ചെയ്യുന്നത് നമ്മുടെ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന LED ബൾബില്ലേ അതെങ്ങനെ റിപ്പയർ ചെയ്യാന്നുള്ളതാണ്. 90% ഇതിനകത്ത് സംഭവിക്കുന്നത് ഇതിൻ്റെ പവർ സപ്ലൈക്കൊന്നും പറ്റിയിട്ടുണ്ടാവില്ല. ഇതിനകത്തൊരു 8-9 LED ഉണ്ടാവും. ഇതിനകത്ത് ഏതെങ്കിലും ഒരു LED ആയിരിക്കും കംപ്ലൈൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു LED പോകുമ്പോൾ തന്നെ ഇതിൻ്റെ സർക്യൂട്ട് അങ്ങ് ബ്രേക്കായി പോവുകയാണ് ചെയ്യണത്. ഇതിനകത്ത് കംപ്ലൈൻ്റ് ഉള്ള LED മാത്രം റിമൂവ് ചെയ്തിട്ട് അവിടെ ഒന്ന് ലെഡ് വെച്ച് ഷോർട്ട് ചെയ്ത് കൊടുത്താൽ മുഴുവൻ LED വർക്ക് ചെയ്യുന്നതാണ്. ഇതിനകത്ത് കംപ്ലൈൻ്റ് ഉള്ള LED എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്നത് നമ്മുടെ പഴയ നോക്കിയയുടെ ഒരു ചാർജറാണ്. ഇതിൻ്റെ രണ്ടറ്റവും കട്ട് ചെയ്തിട്ട് അവിടെ സാധാരണ ഒരു സൂചി, നമ്മുടെ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന സൂചി വെച്ചിട്ട് ആ വയറൊന്ന് അതുമായിട്ട് ടേപ്പ് ചെയ്ത് വെച്ചേക്കുകയാണ്. LED രണ്ടറ്റത്തും ഈ സൂചി ഒന്ന് ടച്ച് ചെയ്യുമ്പോൾ അത് വർക്ക് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ കംപ്ലൈൻ്റ് ഉള്ള LED ആ സമയത്ത് വർക്ക് ചെയ്യില്ല. അപ്പോൾ ഇത് ടച്ച് ചെയ്യാൻ നേരത്ത് നെഗറ്റീവ് പോസിറ്റീവ് മാറിപ്പോയാലും LED വർക്ക് ചെയ്യില്ല. അപ്പോൾ നമുക്കത് തിരിച്ചും മറിച്ചൊന്ന് കൊടുത്തു നോക്കണം. ഇതിനകത്ത് ഇപ്പോൾ ഒരു LED ആണ് കംപ്ലൈൻ്റ് ആയിട്ടുള്ളത്. അത് നമുക്ക് സോൾഡറിങ് ആൻഡ് ഉപയോഗിച്ച് റിമൂവ് ചെയ്യാം. എന്നിട്ട് അവിടെ നിന്ന് ലെഡ് വെച്ചൊന്ന് സോൾഡർ ചെയ്ത് ഷോർട്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കൊന്ന് പവറിലേക്കൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. ഈ ക്യാമറയുടെ ഒരു ഇഷ്യൂ ഉള്ളത് കൊണ്ടാണ് കേട്ടോ ലൈറ്റ് ഇടുന്ന് ബ്ലിങ്ക് ചെയ്യുന്നത്. നല്ല പവറിൽ തന്നെ കത്തുന്നുണ്ട്. നല്ല പവറിൽ തന്നെ കത്തും. നമുക്ക് ഒരു LED റിമൂവ് ചെയ്തതിൻ്റെ ഒരു പ്രശ്നമൊന്നും ഉണ്ടാവില്ല.